നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ എത്ര വ്യൂസ് വരണം എന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് $100 ആവണമെങ്കിൽ എത്ര വ്യൂസ് വരണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ഹായ് ക്രിയേറ്റേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമുക്ക് എത്ര വ്യൂസ് വന്നാലാണ് 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക. എല്ലാ ക്രിയേറ്റേഴ്സും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അതുമാത്രമല്ല, 4000 മണിക്കൂർ എന്നുള്ളത് വലിയൊരു കടമ്പയായിട്ടാണ് പലരും കാണുന്നത്. നമുക്ക് അത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയാത്തൊരു സംഭവമായിട്ട്. ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് 4000 മണിക്കൂർ എന്നുള്ളത് നിങ്ങളെ മുന്നിൽ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. കാരണം സിമ്പിളാണെന്ന് ഞാൻ കണക്ക് സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ 4000 മണിക്കൂർ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണെന്ന് നിങ്ങൾ ഒരാളോടും പറയരുത്. യൂട്യൂബിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. കാരണം ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ടത് നിങ്ങളത് മാറ്റി പറയുമെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 4000 മണിക്കൂർ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോയിൽ നിന്ന് ഷോർട്സിൽ നിന്ന് അത് കിട്ടുന്നതല്ല. അപ്പോൾ ഷോർട്സ് നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ 10 മില്യൺ ഷോർട്സ് വ്യൂസ് വരണം 90 ദിവസത്തിൽ. അതൊരു ഭാഗത്ത്. അതല്ലെങ്കിൽ നമുക്ക് 4000 മണിക്കൂറാണ്. അപ്പോൾ ഈ 4000 മണിക്കൂർ നേടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പല വീഡിയോസും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എത്ര വ്യൂസ് വന്നാലാണ് നമുക്കിത് കിട്ടുക എന്നുള്ളൊരു കണക്കുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊരു വീഡിയോക്ക് 5000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എത്ര വീഡിയോക്ക് 5000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആകും എന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും, നമുക്കിത് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഒരു വാച്ച് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയക്ക് മാത്രമല്ല, നമുക്ക് വ്യൂസ് വരാനും സബ്സ്ക്രൈബ് കിട്ടാനും അടുത്ത വീഡിയോ റെക്കമെൻഡ് ചെയ്യാനൊക്കെ ഈ വാച്ച് ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മോണിറ്റൈസേഷൻ കിട്ടുന്നത് വരെ മാത്രമാണ് വാച്ച് ടൈം ഒരു ഗ്രാഫ് രൂപത്തിൽ അവർ നമുക്കൊരു ക്രൈറ്റീരിയ ആക്കി വെച്ചിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 4000 മണിക്കൂറിന് വേണ്ടി പലവിധ വഴികളും നോക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ജസ്റ്റ് ഒന്ന് ഹൗ ടു കംപ്ലീറ്റ് 4000 വാച്ച് ടൈം എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്ര ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കംപ്ലീറ്റ് ചെയ്തുതരാം എന്നൊക്കെ. 2026 ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് 2026 എന്നല്ല അതിന് മുന്നേയും ഒരു തരത്തിലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് അത് നല്ലതല്ല. അതവിടെ മാറ്റിവെക്കാം. അപ്പോൾ നിങ്ങൾ വാച്ച് ടൈമിൻ്റെ കാര്യത്തിൽ കുറുക്കു വഴികൾ ഇതുപോലെ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പോവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എത്ര വ്യൂസ് വന്നാലാണ് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ ഒരാളെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അയാൾ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം വാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോർട്സ് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അയാൾ 10 മിനിറ്റുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. 10 മിനിറ്റുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് 10 മിനിറ്റും ഒരു വാച്ച് ടൈം കിട്ടത്തില്ല. 10 മിനിറ്റ് ഒരാൾ ഉണ്ടാവില്ലല്ലോ, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കൊരു സിമ്പിളായൊരു കണക്കിന് വേണ്ടിയിട്ട് 4 മിനിറ്റാണ് കാണുന്നത് എന്ന് വെക്കാം. അപ്പോൾ അയാളൊരു 10 മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഒരാൾ 4 മിനിറ്റ് കാണും. അങ്ങനെയെങ്കിൽ 4000 മണിക്കൂർ അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു വർഷത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ വിഷയം. അപ്പോൾ എത്ര വ്യൂസ് വേണം അയാൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 4 മിനിറ്റാണ് അയാൾക്ക് വ്യൂസ് ഒരാൾ കാണുന്നത് 10 മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 4 മിനിറ്റ്, അപ്പോൾ 10 മിനിറ്റ് നമുക്ക് ഒഴിവാക്കാം. അയാൾക്ക് 4 മിനിറ്റ് അല്ലേ ഒരാളുടെ അടുത്ത് നിന്ന് വാച്ച് ടൈം കിട്ടും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ഒരു 62,500 വ്യൂസ് വന്നാൽ അയാൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. എല്ലാ വീഡിയോയും കൂടി അയാൾ 10 മിനിറ്റുള്ള വീഡിയോ ചെയ്തിട്ട് അയാൾക്ക് 4 മിനിറ്റ് അയാൾക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ വെറും 62,500 വ്യൂസ് മതി അയാൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയം, 62,500 വ്യൂസിൽ നിന്ന് എങ്ങനെയാണ് 4000 മണിക്കൂർ ലഭിക്കുക എന്നുള്ളത്. സിമ്പിളാണ്. നമുക്ക് 62,500 വ്യൂസ് അയാൾക്ക് കിട്ടി. ഒരു വീഡിയോക്ക് നമ്മൾ പറഞ്ഞത് 4 മിനിറ്റ് കാണുന്നു എന്നുള്ളതാണ്. അയാൾ 10 മിനിറ്റുള്ള വീഡിയോ ചെയ്താലും 4 മിനിറ്റ് അയാളുടെ വീഡിയോ ഒരാൾ കാണുന്നുള്ളൂ. അപ്പോൾ 62,500 എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ 62,500 ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 62,500 വ്യൂസ് വന്നു.
ഒരാൾ 4 മിനിറ്റാണ് കാണുന്നത്. അപ്പോൾ 62,500 × 4, അതായത് അയാൾക്ക് 2,50,000 മിനിറ്റ് വ്യൂസ് വന്നു. 2,50,000 മിനിറ്റ്സ്. അപ്പോൾ ഇത് മിനിറ്റ്സിലാണ്. ഇപ്പോൾ അയാൾക്ക് 62,500 വ്യൂസ് വന്നു. അതായത് അയാളുടെ ടോട്ടൽ അയാളുടെ ചാനലിൽ 2,50,000 മിനിറ്റ് വന്നു. പക്ഷെ നമുക്ക് 4,000 മണിക്കൂറാണ് വരേണ്ടത്. അപ്പോൾ ആ 2,50,000 നമ്മൾ മണിക്കൂറിലേക്ക് 60 മിനിറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 2,50,000 ഹരിക്കണം 60. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ അയാൾക്ക് കിട്ടിയെന്ന് കാണാം. 4,166 മണിക്കൂറായി. നമുക്ക് 4,000 മതി, 166 അയാൾക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, വെറും 62,500 വ്യൂസ് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ വാച്ച് ടൈം അവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഒരു വർഷത്തിൽ. അപ്പോൾ അയാൾ ലോങ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വെറും 62,500 വ്യൂസ് വരുമ്പോൾ അയാൾക്ക് ആ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണക്കാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടാർഗറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾക്കൊക്കെ ആയിരിക്കും ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത്, ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കണക്ക് നമ്മൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. എത്ര വ്യൂസ് വന്നാലാണ് $100 കിട്ടുക എന്നുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, എത്ര RPM കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. കാരണം ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തവർ പിന്നെ അവരുടെ മുന്നിൽ $100 ആയാലല്ലേ അവർക്ക് ഈ ഒരു പേയ്മെൻറ്റ് കിട്ടും. അത് എത്ര വ്യൂസ് വരണം എന്നുള്ളത്. അപ്പം ഞാനിവിടെ പറയുന്ന കണക്ക് എന്താണ്, നമ്മുടെ വിഷയം 62,500 വ്യൂസ് വന്നാൽ തന്നെ അയാൾക്ക് 4,000 മണിക്കൂർ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ അയാൾ എത്ര വീഡിയോ ഇടും? നിങ്ങൾ പറ. ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ അയാൾ വെറും ഒരു 100 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നോക്കാം. 62,500 വ്യൂസാണ് വരേണ്ടത്. അതിൽ അയാൾക്ക് 100 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ലോങ് വീഡിയോക്ക് വെറും 625 വ്യൂസ് മതി. ഇനി അതല്ല, അയാൾ വെറും 50 വീഡിയോ ആണ് ഇട്ടത് എങ്കിൽ 62,500 ഹരിക്കണം 50, വെറും 1,250 വ്യൂസ് മതി അയാൾക്കൊരു വർഷത്തിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ പല വീഡിയോക്കും നമുക്ക് 10,000 20,000 ഒക്കെ വ്യൂസ് വരും. അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോക്ക് തന്നെ പലർക്കും വാച്ച് ടൈം കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നമ്മളെ കയ്യിൽ തരാറുണ്ട്. അവർക്ക് ഒരൊറ്റ വീഡിയോയിൽ നിന്നാണ് വാച്ച് ടൈം പലർക്കും കംപ്ലീറ്റ് ആവല്. അപ്പോൾ ഇത് വലിയൊരു സംഭവമല്ല. ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ജെനുവിനാണ് എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ വാച്ച് ടൈമ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനൽ റീച്ച് ആവില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. യൂട്യൂബ് ഇപ്പോൾ ഫുള്ള് AI ആണ്. സബ് ഫോർ സബ് യൂട്യൂബ് ഒഴിവാക്കുന്നുണ്ട്. വീഡിയോ കാണാതെ സബ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ചാനൽ സബ് ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ചാനൽ സബ്, ഒരു ഡയറക്റ്റ് പാത്തിൽ നടന്നാലൊക്കെ യൂട്യൂബ് അത് സ്പാം ആക്കിയിട്ട് ഒഴിവാക്കുന്നത് എന്തിനാണ്? അങ്ങനെ സബ്സ്ക്രൈബ് കൂടി വന്നു കഴിഞ്ഞാൽ ആ ആളുടെ ചാനൽ ഡെഡ് ആകും, ഫ്രീസ് ആവും. അത് യൂട്യൂബിന് അറിയാം. അപ്പോൾ അങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ ആരും വീഡിയോ ഇടില്ല. അപ്പോൾ യൂട്യൂബ് ഇത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരികയാണ്. കാരണം എന്താണ്, നല്ല നല്ല ചാനലിൽ നല്ല വ്യൂസ് വരണം. കാരണം വ്യൂസ് വന്ന് ക്രിയേറ്റേഴ്സ് കൂടുമ്പോഴാണ് വ്യൂസ് അത് കാണാൻ ആളുകളുള്ളത്. അപ്പോൾ ഇതിവിടെ വേണം എന്നുള്ളത് കൊണ്ടാണ് യൂട്യൂബ് അത് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പലരും പറയുന്നത് എന്താണ്, അത് സബ് സ്പാം ആകാതെ ജെനുവിൻ സബ് നമുക്ക് തരാം എന്നുള്ളത്. ജെനുവിൻ സബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ വേറൊരാൾ സബ് കയറ്റി തരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ജെനുവിൻ സബ്ബല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ പുഷ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ ചാനലിൻ്റെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുക. 2026 അത് കൂടുതൽ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, വെറും 4 മിനിറ്റുള്ള വീഡിയോ ഒരാൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെറും 62,500 വ്യൂസ് മതി. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാലേ നമ്മുടെ അടുത്ത ലക്ഷ്യം $100 അതിൽ എത്ര വ്യൂസ് വരണം എന്നുണ്ട്. ഞാൻ പറയുന്നത് മിനിമം ഒരു 2.5-3 ലക്ഷം വ്യൂസ് വന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക, $100 കിട്ടുക. ഒരു വർഷത്തിൽ 62,500 വ്യൂസ് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് 3 ലക്ഷം വ്യൂസ് നമുക്ക് കൊണ്ടുവന്നിട്ട് $100 കിട്ടുക? ഞാനൊരു ആവറേജ് ഞാൻ പറഞ്ഞു, RPM കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയാണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ,
ഒരു വർഷത്തിൽ 62,500 വ്യൂസ് കൊണ്ടുവരാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു മാസത്തിൽ 3 ലക്ഷം വ്യൂസ് ആവറേജ് കൊണ്ടുവന്നിട്ട് $100 നേടാൻ പറ്റും? ഇനി $100 അയാൾക്ക് കിട്ടണമെങ്കിൽ ഒരു 2.5-3 ലക്ഷം വ്യൂസ് വരും. അയാൾ പിന്നെ എന്തിനാണ് ക്യാഷ് കൊടുത്തിട്ട് സബും വാച്ച് ടൈമും വാങ്ങുന്നത്? കാരണം മോണിറ്റൈസേഷൻ ആയി പിറ്റത്തെ മാസം അയാൾക്ക് 3 ലക്ഷം വ്യൂസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെറും 62,500 വ്യൂസ് പോരെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ പിന്നെ അയാൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളാണ് ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. ഇത് വലിയ ബാലികേറ മല ഒന്നുമല്ല. കാരണം വാച്ച് ടൈം ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിരിക്കും അത് കംപ്ലീറ്റ് ആവാത്തവരാണല്ലോ അത് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അവർ ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഇങ്ങനെ ഓർഗാനിക് ആയിട്ടാണ് വരേണ്ടതെന്ന് പറയണം എന്നില്ല. കാരണം നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നവരെപ്പോഴും അതിനെ ന്യായീകരിച്ചിട്ടാണ് പറയുക. പക്ഷെ നിങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പേയ്മെൻറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് നിന്ന് പോയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി വീഡിയോസ് ചെയ്യുക. അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ $100 കിട്ടണമെങ്കിൽ എത്ര വ്യൂസ് വേണമെന്നുള്ള സബ്ജക്റ്റ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.